ഓം ശാന്തി. ഓരോരുത്തരെയും കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ കേട്ടത് നമ്മുടെ ഈ സംഘാടകനെ കുറിച്ചായിരുന്നു. എങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഉടലെടുത്തത്, ആരായിരുന്നു അതിന്റെ പുറകിൽ. ഇവിടെ ദാദാ ലേഖരാജിന് സാക്ഷാത്കാരങ്ങൾ കിട്ടുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊന്നും ശരിയായ ഒരു ഗൈഡൻസ് കൊടുക്കാൻ ആരുമില്ലാതിരിക്കുന്നു. അപ്പൊ വീട്ടിൽ സത്സംഗം നടക്കുമ്പോൾ സന്യാസിമാര് വന്ന് പ്രഭാഷണങ്ങൾ ചെയ്യുന്നു. വരുന്നവർക്കെല്ലാം ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇഷ്ട ദൈവങ്ങളുടെ സാക്ഷാത്കാരമാണ് കിട്ടുന്നത്. അപ്പൊ അവിടെ ആൾക്കാരിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരാൻ തുടങ്ങി. ഇതൊരു ഗ്രാമപ്രദേശമാണ്, അതുകൊണ്ട് പെട്ടെന്ന് വാർത്തകൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. അപ്പൊ അവിടെ നിറയെ പേര് വരാൻ തുടങ്ങുന്നു. ആര് വരുന്നു, അവർക്കെല്ലാം ഇങ്ങനെ സാക്ഷാത്കാരങ്ങളാണ്. മാത്രമല്ല അവരിവിടെ വന്ന് ഇരിക്കുമ്പോ തന്നെ അവർക്ക് നല്ല അനുഭവങ്ങളാണ് കിട്ടുന്നത്. ജീവിതത്തില് പേരാനന്ദം, പരമാനന്ദം, ബ്രഹ്മാനന്ദം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു അനുഭവങ്ങൾ കിട്ടുമ്പം അവർക്കാർക്കും തിരിച്ചു പോകാനുള്ളൊരു മനസ്സില്ല. പിന്നെ ഇവിടുത്തെ ജീവിത രീതികള്, ജീവിത ശൈലികളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പം വീട്ടിൽ പോയി ഇതെല്ലാം ഫോളോ ചെയ്യണം. അപ്പൊ വീട്ടിൽ പോയി ഇതെല്ലാം അനുകരിക്കുമ്പം വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഭയം, ഇനി എങ്ങനെ സന്യാസിയായി പോകുമോ എന്ന ഭയം. അപ്പൊ വീടുകളിൽ ഇതിനൊന്നും പെർമിഷൻ കൊടുക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ജീവിക്കാനൊന്നും പെർമിഷൻ കൊടുക്കുന്നില്ല. അവര് പറയുന്ന പോലെ ജീവിക്കണം എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താകാ, വീട്ടില് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ എന്തായി, വലിയ പ്രശ്നങ്ങളായി. ചിലരെ വീട്ടു തടങ്കലിൽ വെക്കാൻ തുടങ്ങി. ചിലർ ഇവിടെ വന്ന് ഇവിടെ ഉള്ള ലേഖരാജ്, ദാദാ ലേഖരാജ് അവർകളെ എന്ത് ചെയ്തു, വഴക്കൊക്കെ പറയുന്നു. അങ്ങനെ ആകെ അവിടെ ഒരു വിപ്ലവം സംഭവിക്കുകയാണ്. അപ്പം ഏതായാലും ആ നാട്ടിലെ കുറെ നല്ല ആൾക്കാര്, സ്ത്രീകള്, അമ്മമാര്, തന്റെ കുട്ടികളൊക്കെ ആയിട്ടും പുരുഷന്മാരെല്ലാരും ഇവിടേക്ക് വരുന്നു. അപ്പൊ വീടുകളിൽ നിന്നും എതിർപ്പുകൾ വരുന്നു. അപ്പൊ ആർക്കും തിരിച്ചവിടെ പോണ്ട, വീട്ടിലേക്ക് പോയാ പ്രശ്നമാണ്, അവര് വിടില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. എല്ലാരും ബാബ എന്നാണ് വിളിക്കുന്നത് ഇദ്ദേഹത്തെ. അപ്പൊ ബാബ, ഞങ്ങൾ ഇനി പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഇതാണ് പ്രശ്നം. അപ്പോഴാണ് ആ നാട്ടുകാരെല്ലാരും കൂടി ഒന്നിച്ച് പിക്കറ്റിംഗ് നടത്തുന്നു. പുറത്തുള്ളവര് അകത്ത് വരരുത്, അകത്തുള്ളവര് പുറത്തു പോകരുത്. അങ്ങനെ ഒരു പകല് മുഴുവനും വെയിലത്ത് ഇവരെ നിർത്തി ആരാണ് ജയിക്കുന്നത് നോക്കാലോ എന്നും പറഞ്ഞ് ആ നാട്ടുകാര് കുറച്ചുപേരെല്ലാം ഒന്നിച്ചുകൂടി എങ്ങനെയെങ്കിലും ഈ ദാദാ ലേഖരാജ് അവർകളെ നമുക്ക് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് പ്ലാൻ ഇട്ടു. അങ്ങനെ കുറച്ചുപേര് അത് പദ്ധതിയൊക്കെ തയ്യാറാക്കി. ഇദ്ദേഹത്തിന് സാധാരണ രീതിയിൽ കാണാൻ വരുന്ന പോലെ വന്നു. അപ്പം അവിടെ ഞങ്ങളെ പോലുള്ള കുറെ ചെറിയ പ്രായത്തിലുള്ള സിസ്റ്റർമാരുണ്ടായിരുന്നു. എല്ലാവരും നല്ല ചെറിയ പ്രായമുള്ളവരാണ്. അത് പറഞ്ഞു, ബാബ താങ്കളെ കാണാൻ ആര് വരുന്നുണ്ട്, അപ്പം വരട്ടെ മക്കളെ എന്ന് പറഞ്ഞു. പക്ഷെ ബാബയ്ക്ക് അറിയാമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ. പക്ഷെ ബാബ അതൊന്നും ആ രീതിയിൽ അദ്ദേഹത്തിനെ കണ്ടില്ല. ഇതുവരെ ഈശ്വരന്റെ കുട്ടിയാണ് എന്ന രീതിയിലാണ് ബാബ ഈ വന്ന ആളെ കണ്ടത്. അങ്ങനെ പുഞ്ചിരിച്ച് അദ്ദേഹത്തിന്റെ ആ ആത്മാവിനെ നോക്കി പരമാത്മാവിന്റെ അടുത്ത് പവർ എടുത്ത് കൊടുത്തു. അദ്ദേഹത്തിന് പ്രസാദം വരെ കൊടുക്കുന്നു. ഈ വ്യക്തിക്ക് ബാബയിലൂടെ കിട്ടിയത് തന്റെ ഗുരുവിന്റെ സാക്ഷാത്കാരമായിരുന്നു. വേഗം ഇദ്ദേഹം തൊഴുത് സാഷ്ടാംഗം വീണ് കയ്യിലുണ്ടായിരുന്ന വാള് താഴെയിട്ട് ക്ഷമിക്കണം ബാബ എന്ന് പറഞ്ഞു. ബാബ പറഞ്ഞു സാരമില്ല. അങ്ങനെ ആ ഒരു സംഭവത്തിൽ നിന്നും പരമാത്മാവിനെ നമ്മള് ശിവബാബ എന്നാണ് പറയുന്നത്. ശിവബാബ എന്ത് ചെയ്തു, അവിടെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എങ്കിലും പ്രശ്നം അവിടെ തീരുന്നില്ല. പബ്ലിക്കിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവസാനം പോലീസ് സ്റ്റേഷൻ, കോടതി വരെ പോകുന്നു പ്രശ്നങ്ങൾ. ഓരോ വീട്ടുകാരും കോടതിയില്, പോലീസ് സ്റ്റേഷനില് പരാതികൾ നൽകുന്നു. ഒരിക്കൽ ജഡ്ജി വിളിപ്പിച്ചു. ബാബ അപ്പം വിട്ടത് മമ്മ, അതായത് ഞങ്ങളെ പോലെയുള്ള ഒരു സഹോദരി ഈ ജ്ഞാനത്തിന്റെ ആ 1936 കാലഘട്ടങ്ങളില് 16ാമത്തെ വയസ്സിൽ വന്നതാണ്. അവര് നല്ല പാകമുള്ള, പക്വതയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഈശ്വരന്റെ ജ്ഞാനം വളരെ ഭംഗിയായിട്ട് സ്വയം ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് അവതരിപ്പിക്കാനും കഴിവുള്ള നല്ല ക്ലിയർ ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ്. ഓം രാധേ എന്നാണ് പേര്. എല്ലാവരും വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി അമ്മ എന്ന് വിളിക്കുമായിരുന്നു.
അവിടെയുള്ള എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം ഒരു അമ്മയെ പോലെ ശ്രദ്ധിക്കുന്നുണ്ട് അവര്. അപ്പൊ അവരെയാണ് ബാബ നിമിത്തമാക്കി വെച്ചത് മമ്മ ജഗദംബ സരസ്വതി എന്നാണ്. അവിടെയാണ് വെച്ചത് രാധ. അങ്ങനെ കോടതിയില് പ്രശ്നം വന്നപ്പോൾ ബാബ എന്ത് ചെയ്തു, മമ്മയോട് പോകാൻ പറഞ്ഞു. അങ്ങനെ ആ കോടതിയില് കുറ്റവാളികൾ നിൽക്കുന്നവിടെ നിന്ന് മമ്മ കാര്യങ്ങൾ പറഞ്ഞു. ഒരു പുരുഷന് സന്യസിക്കണമെങ്കിൽ വീടും കുടുംബവും ഭാര്യയും മക്കളെയും ഇട്ടിട്ട് പോകാം, പക്ഷെ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? അങ്ങനെ ആ ജഡ്ജി പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ ഇദ്ദേഹം അതിന് തക്കതായ വളരെ സൗമ്യമായിട്ട് ബഹുമാനത്തോടുകൂടി വിനയതയോടുകൂടി ആൻസർ കൊടുത്ത് ലാസ്റ്റില് കോടതിയിൽ നിന്നൊരു വിധി വന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എല്ലാവരും തിരിച്ചയക്കണം, അവരുടെ മാതാപിതാക്കൾ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അഥവാ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടി ലെറ്ററോടുകൂടി വേണം വരാനായിട്ട്. അങ്ങനെ കോടതി ഒരു തീരുമാനം എടുത്തു. അങ്ങനെ കുറെ പേര് അവരുടെ മക്കളെ കൊണ്ടുപോയി. ചിലര് കള്ളം പറഞ്ഞ് 18 വയസ്സാണ് അവർക്ക് എന്നാലും ആയില്ലെന്നും പറഞ്ഞ് കൊണ്ടുപോയി. അങ്ങനെ കുറെ പേര് തിരിച്ചു കൊണ്ടുപോയി. വന്നവരോടൊക്കെ ബാബ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് വരാൻ പറയും. ഞങ്ങൾ ഇതുപോലെ ജ്ഞാനാമൃതം കുടിക്കാൻ പോകുകയാണ്, പരമാത്മാവിന്റെ ജ്ഞാനം ലോകം മുഴുവനും കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ സഹായിയാകുകയാണ്. അങ്ങനെ ഒരു പ്രതിജ്ഞാപത്രം തന്നെയുണ്ട്. അത് വീട്ടുകാർക്ക് കാണിച്ചിട്ട് അതിൽ ഒപ്പിട്ടിട്ട് എഴുതാൻ പറയും. അങ്ങനെ ഒരു നിയമം നമ്മുടെ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ആ സമയത്ത് ഉണ്ടായി. അങ്ങനെ 1937 കാലഘട്ടം 38 ആയപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഒതുങ്ങാണ്. 37 പ്രശ്നങ്ങൾ ഒരുവിധം ഒതുങ്ങുന്നു. അപ്പൊ ബാബ എന്ത് ചെയ്തു, ഉള്ളവരെ വെച്ച് ഇന്റൻസീവ് മെഡിറ്റേഷനാണ്. 1936 മുതൽ 1950 വരെ 14 വർഷം അഗാധമായ തപസ്സാണ്. അപ്പം എല്ലാം ഉപേക്ഷിച്ച് ബാബ എന്നും പറഞ്ഞു വന്നവര് 300 പേരുണ്ടായിരുന്നു. ആ കൂട്ടത്തില് 300 പേർക്കുള്ള എല്ലാ ചെലവുകളും ബാബയുടെ പൈസയായിരുന്നു. അന്ന് ബാബ സ്വരുക്കൂട്ടിയ പൈസ. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കൊച്ചു കുട്ടികൾ വരെയുണ്ട്, പ്രായമുള്ളവരും ഉണ്ട്. ബാബ എന്ത് ചെയ്തു, സ്ത്രീകൾക്കൊരു ബിൽഡിംഗ് വേറെ എടുത്തു, പുരുഷന്മാർക്കൊരു വേറെ എടുത്തു, ബാബ അവിടെ വേറെ താമസിക്കുന്നു. അങ്ങനെ വേറെ കെട്ടിടങ്ങൾ എടുത്ത് ബാബ ഈ കുട്ടികൾക്കെല്ലാം പഠിപ്പിക്കുകയാണ്. ഒരു ബോർഡിങ്ങും ഉണ്ടാക്കി, കൊച്ചുകുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ഒരു ബോർഡിങ്ങും അവിടെ ഉണ്ടാക്കി. എന്നിട്ട് ഈ കൂട്ടത്തിൽ തന്നെ ഇത്തിരി 8ാം ക്ലാസ്സൊക്കെ പഠിച്ചവരുണ്ടായിരുന്ന കാലത്ത്, അന്നത്തെ കാലത്ത് 8 എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു എഡ്യൂക്കേഷനാണ്. അങ്ങനെ അവരെ കൊണ്ട് ഇവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും ഹിന്ദി പഠിപ്പിക്കാനും, കാരണം ബാബ സിന്ധി ആയിരുന്നു. അപ്പം ഉറുദു ഭാഷയുമായിട്ട് സാമ്യമുള്ളതാണ് അത്. കറാച്ചി അല്ലേ, ഹിന്ദി പഠിപ്പിക്കുമായിരുന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ബാബ ഇതിനകത്ത് തന്നെ ഉള്ളവരെ കൊണ്ട് കണക്ക് കൂട്ടാനും പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ബോർഡിംഗ് പോലെ നടത്തി. സിസ്റ്റം വന്നിട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് അതുപോലെ ദിനചര്യകള് ഒരു ഗ്രൂപ്പിനോട് പറയും നിങ്ങൾ പാചകം ചെയ്യണം, ഒരു ഗ്രൂപ്പിനോട് നിങ്ങൾ തുണി കഴുകണം, ഒരു ഗ്രൂപ്പിനോട് നിങ്ങൾ പാത്രം കഴുകണം, ഒരു ഗ്രൂപ്പ് തൂക്ക് തുടങ്ങണം. അങ്ങനെ ഒരു ഗ്രൂപ്പ് വൈസ് ആയിട്ട് റൊട്ടീനായിട്ട് വരും. അങ്ങനെ മാക്സിമം ടൈം ഇതെല്ലാം കഴിഞ്ഞ ശേഷം മാക്സിമം ടൈം തപസ്സിന് വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെ 14 വർഷം തപസ് ചെയ്യുന്നു. 1950 ആയപ്പോൾ യുദ്ധം ഭയങ്കരമായി, പാകിസ്ഥാൻ ഹിന്ദുസ്ഥാൻ യുദ്ധം. ആ സമയത്ത് അവിടെ തന്നെ ഉള്ള ഒരാളും മുസ്ലിമിലെ ഒരു വലിയൊരാള് പറഞ്ഞു, ബാബ ഇനി നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അത്രയ്ക്ക് ശരിയല്ല, നിങ്ങൾ ഇവിടുന്ന് മാറുന്നതാണ് നല്ലത്. അങ്ങനെ ബാബ എവിടേക്ക് മാറും? അപ്പോഴാണ് ബാബ സന്ദേശിയുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മളെ പോലുള്ള സഹോദരിമാരും മേളിൽ പോയി മെസ്സേജ് എടുത്തുകൊണ്ട് വരും. അങ്ങനെ അവിടെ അവരെ വിട്ടു. അപ്പോഴാണ് അവിടെ നമ്മുടെ ഇതിൽ തന്നെ ദീദി എന്നും പറഞ്ഞ് മൻമോഹിനി ദീദി, ഇവിടെ ഒരു അമ്മാമ്മനുണ്ട്. അവര് ഇതുപോലെ രാജസ്ഥാനും കഴിഞ്ഞ് ഗുജറാത്തില് ഒരു സ്വാമിജി ഉണ്ട്, നമുക്ക് പോയി ചോദിക്കാം അവിടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി ചോദിച്ചു. അപ്പൊ മൗണ്ട് ആബുവിൽ ഒരു കെട്ടിടമുണ്ട്, ഇങ്ങനെയൊക്കെയാണ് രാജാക്കന്മാര് വന്നാൽ വിശ്രമിക്കുന്ന ഒരു കെട്ടിടമാണെന്ന് പറഞ്ഞ് അവിടെ ഇപ്പം ബാബയോട് പറഞ്ഞപ്പം ബാബ സന്ദേശിയോട് അതാണോ കെട്ടിടം നോക്കിയിട്ട് വരാൻ പറഞ്ഞപ്പം അത് തന്നെ ഒരു പാഴടഞ്ഞ ബിൽഡിംഗ് ആയിരുന്നു. അതേതായാലും എല്ലാം എഴുത്തുകുത്ത് കാര്യങ്ങളൊക്കെ നടന്നു. ബാബ ഇവിടെ ഉള്ളതെല്ലാം വിറ്റ് ബാബ അതിനുള്ള പൈസ, ബാബയുടെ പൈസയാണ് അവിടെ കൊടുത്തിട്ട് ഇവരെല്ലാവരും 1950 ഷിഫ്റ്റ് ആവുകയാണ്.
കറാച്ചിയിൽ നിന്ന് ബോട്ട് വഴി സാധനങ്ങളെല്ലാം കയറ്റാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാർ വരുന്നു. ഞങ്ങൾക്ക് കൂലി തരണം. പറഞ്ഞാൽ ഞങ്ങൾ കൂലി തരുന്നില്ല, ഞങ്ങൾ തന്നെ എടുത്തു വെച്ചോളാം, ഞങ്ങളിന് ഇത്രയും പേരുണ്ടല്ലോ എടുത്തു വെച്ചോളാം. അപ്പൊ പറഞ്ഞു പറ്റില്ല, നിങ്ങൾ എടുത്തു വെച്ചാലും ഞങ്ങൾക്ക് കൂലി തരണം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരാൾ വന്ന് ഇവർക്ക് അതൊന്നും കൂലിയൊന്നും കൊടുക്കാതെ ഷിപ്പിലേക്ക് വിടുകയാണ്. ഷിപ്പിൽ നിന്ന് ഓക്കയിലേക്ക് വരികയാണ്. പക്ഷെ 300 പേര് ബാബയുടെ കൂടെ ആ സമയത്ത് ഇല്ലായിരുന്നു. ഏകദേശം 70 പേരോളം ഉണ്ടായിരുന്നു. അങ്ങനെ അവര് ബാക്കിയുള്ളവരൊക്കെ തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോയി. അവരവരുടെ വീട്ടുകാര് വന്ന് കൊണ്ടുപോയി. കാരണം ഒരു നാട് വിട്ടൊരു നാട് പോവാന്ന് പറഞ്ഞാല് അങ്ങനെ അന്നത്തെ കാലത്ത് അത്ര പെട്ടെന്നൊന്നും ആരും വിടില്ല. ഇങ്ങനെ ഏതായാലും ഒരു 70 പേരോളം വന്നു. കറാച്ചിയിൽ നിന്ന് ഓക്കയിലേക്ക് വന്നു. സാധനങ്ങളെല്ലാം ഇറക്കി. ബാബ അവിടെ നിന്നെല്ലാം വിറ്റു. ബാബയുടെ ഒരു വലിയ മനസ്സ് നോക്കണേ. പിറന്ന് വളർന്ന് തന്റെ ലൗകികമായ എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു സ്ഥലം എന്നേക്കുമായിട്ട് വിറ്റിട്ട് വരിക എന്ന് വെച്ചാല് ആ സമയത്ത് കുറെ പേർക്ക് സമ്പത്ത് നഷ്ടമായി. പക്ഷെ ബാബയുടെ ഒന്നും നഷ്ടമായില്ല. ബാബ ഭംഗിയായിട്ട് തന്റെ സാധനങ്ങളെല്ലാം വിറ്റ്, കെട്ടിടങ്ങളെല്ലാം വിറ്റ പൈസയുമായിട്ട് ഇവിടെ വസ്തു വാങ്ങി മൗണ്ട് ആബുവിന്റെ കുട്ടികളുമായിട്ട് വന്നു. ഓക്കയിൽ ഇറങ്ങി ഈ സാധനങ്ങളെല്ലാം ട്രെയിനിൽ കയറ്റി. ഓക്കയിൽ എങ്ങനെയാണെന്ന് വെച്ചാല് തുറമുഖവും റെയിൽവേ സ്റ്റേഷനും ഓപ്പോസിറ്റ് ആണ്. അവിടുന്ന് അവര് അബു റോഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട് രാജസ്ഥാനില്, അവിടെ ഇറങ്ങി. അവിടുന്ന് പിന്നെ ഈ സാധനങ്ങളെല്ലാം പണ്ട് പെട്ടിയൊന്നും, പണ്ട് ട്രങ്ക് പെട്ടിയാണ്, അല്ലെങ്കിൽ ഭാണ്ഡക്കെട്ടാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇവരുടെ തുണിയെല്ലാം ഭാണ്ഡക്കെട്ടാക്കി സാധനങ്ങളെല്ലാം ട്രങ്ക് പെട്ടിയിലാക്കി. എന്നിട്ട് ഇതെല്ലാം ചുമ്മിക്കൊണ്ട് പോവുകയാണ്. എവിടേക്കാണ്? മോളില് മൗണ്ട് അബുവില് ബാബ വാങ്ങിയിട്ട് ഒരു സ്ഥലം, ഒരു വിശ്രമ കേന്ദ്രം, രാജാക്കന്മാരെല്ലാം വിശ്രമിക്കാൻ വരുന്ന ഒരു സ്ഥലം. അങ്ങനെ ഇവരെല്ലാരും പോകുന്നു. ഒരു പാഴടഞ്ഞ കെട്ടിടം, മൊത്തം കാടാണ് അവിടെ. കരടി, പാമ്പ്, മൂർഖനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ബാബ പറഞ്ഞു വരും, നമുക്ക് എല്ലാവർക്കും ക്ലീൻ ചെയ്യാം. അങ്ങനെ എല്ലാവരും അത് ക്ലീൻ ചെയ്യുന്നു. പാമ്പുകളെ കാണുന്നു. കുട്ടികൾ പേടിക്കുന്നു. ബാബയോടൊന്ന് പറയുമ്പോ ബാബ പറഞ്ഞു, മക്കളെ ഈ പാമ്പിനെ കണ്ട് നമ്മൾ പേടിക്കണ്ട. കാരണം ഈ പാമ്പ് നമ്മൾ ഉപദ്രവിച്ചാൽ മാത്രം, ഉപദ്രവിക്കാൻ പോയാൽ നമ്മളെ ഉപദ്രവിക്കുള്ളൂ, അല്ലെങ്കിൽ അത് പൊക്കോളും. നമ്മളിപ്പോ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? മനുഷ്യന്റെ ഉള്ളിലുള്ള വികാരങ്ങളെ എടുക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പാമ്പിനെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ 1950 മുതൽ 51 വരെ ഒരു വർഷം ഇവർ മൗണ്ട് ആബുവിലാണ് ബാബയും ബാക്കി 70 പേരും ഉണ്ടായിരുന്നെങ്കിലും ആർക്കും ഒരു പരിചയം. അവിടെ ആൾവാസം ഒന്നുമില്ല. കാടാണ്, വനമാണ്. അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഊട്ടി പോലെ തണുപ്പുള്ള ഒരു സ്ഥലമാണ് രാജസ്ഥാൻ. ഇങ്ങനത്തെ ഒരു സ്ഥലം ആരൊന്നും പേരുന്നാളോ ഒന്നുമില്ല, ഒരു മനുഷ്യനും ഇല്ലാത്ത കാട്ടുവാസികൾ വസിക്കുന്ന സ്ഥലമാണ്. ഈ ഒരു വർഷം ഇവർക്ക് ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അടുത്തൊന്നും ആരുമില്ല. കടയ്ക്കൊക്കെ പോണെങ്കിൽ താഴെ അബുറോഡും കഴിഞ്ഞിട്ട് പിന്നെ പോണം പാലൻപൂരിലേക്ക്. 2-2.5 മണിക്കൂർ ദൂരമുണ്ട്. അബുറോഡിൽ വന്നാൽ കടകളുണ്ട്. 1 മണിക്കൂർ അതിന് യാത്രയുണ്ട്. എങ്കിലും ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരോടും മെഡിറ്റേഷൻ ചെയ്യാൻ പറയും. ബാബ കറക്റ്റായിട്ട് പ്രോഗ്രാം കൊടുക്കും. ഇന്ന സമയത്ത് നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം എന്ന്. ഒരിക്കൽ ഭക്ഷണത്തിനൊന്നുമില്ല. അമ്മ വന്ന് പറഞ്ഞു, ബാബ ഒന്നുമില്ലല്ലോ ഭക്ഷണത്തിന്, എന്ത് ചെയ്യും? ബാബ പറഞ്ഞു, എല്ലാവരും വരും, എല്ലാവരും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ബാബ ശരിക്കും അവരെല്ലാവരെയും മെഡിറ്റേഷനിലൂടെ ആത്മീയമായ പാലന കൊടുത്ത് അവരുടെ വിശപ്പെല്ലാം മറക്കുമായിരുന്നു അവര്. അങ്ങനെ എല്ലാവർക്കും മെഡിറ്റേഷന്റെ പ്രോഗ്രാം കൊടുത്തു. നോക്കുമ്പോൾ 1 മണിക്ക് ഒരു മണി ഓർഡർ വന്നു. 30 രൂപ. വേഗം പോയി ആട്ടം മേടിച്ചുകൊണ്ടൊന്ന് ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു. ഒരിക്കൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് അവിടെ പരിമിതിയുണ്ട്. ഇപ്പൊ പരിപ്പ് എല്ലാവർക്കും ചെറിയ പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി രണ്ടാമത് ആർക്കും കിട്ടില്ല, ഇത്രയേ ഉള്ളൂ. ഇത് കേട്ടപ്പോ ബാബയ്ക്ക് ഭയങ്കര വിഷമമായി. ഭക്ഷണം പോലും കൊടുക്കാനില്ല എന്ന് പറയുമ്പം എങ്ങനെ? ബാബ എന്ത് ചെയ്തു? ഒരച്ഛനാണ് മക്കൾക്ക് തികയില്ല ഭക്ഷണം എന്ന് പറയുമ്പോ എന്ത് അത്ര ഒരു വേദന ബാബയ്ക്ക് ഉണ്ടായിരുന്നു. ബാബ വേഗം റൂമിൽ പോയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. ബാബയോട് പറയുമായിരുന്നു, ഈ മക്കൾക്ക് ധാലിനൊരു കുറവ് വെക്കരുത്. ഈ മക്കൾ ഇന്ന് ചോദിച്ചിട്ട് ഇല്ലെന്ന് പറയുമ്പം എങ്ങനെ ബാബ? ഒരു അച്ഛനല്ലേ, മക്കൾക്ക് കൊടുക്കണ്ടേ? ഡീപ് മെഡിറ്റേഷനിലായിരുന്നു ബാബ. നോക്കിയപ്പം കഴിക്കാനായിട്ട് ബാബയെ കാണുന്നില്ല. പിന്നെ പോയപ്പം കണ്ടവരാ പറഞ്ഞത് ഡീപ് മെഡിറ്റേഷനിലായിരുന്നു.
അപ്പം അന്നൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് സിസ്റ്റേഴ്സ് തന്നെയാണ് രാത്രി വീടിനൊക്കെ ഡ്യൂട്ടി ആ കാവൽ നിൽക്കുന്നതും അവരാണ്. പകലും കാവൽ നിൽക്കും. അപ്പം ഭക്ഷണത്തിന് വേണ്ടി പോകുമ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു ഒരാൾ കഴിച്ചിട്ട് വേണം മറ്റൊരാൾ കഴിക്കാൻ പോകാൻ. അപ്പൊ അവിടെ നിൽക്കുമ്പം ഒരു കാള വണ്ടിയില് കുറേ ഇങ്ങനെ കുറേ ഇത് വരുന്നുണ്ട്, കുറേ ചാക്ക് ഇങ്ങനെ നിറച്ച് സാധനങ്ങളുമായിട്ട് ചാക്ക് ഇങ്ങനെ അടുക്കി ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തു കൂടെ വരുമ്പം അവിടെ നിൽക്കുന്ന സിസ്റ്റർ പറഞ്ഞ് ഇത് ഒരു പൊതുവഴിയല്ല, നിങ്ങൾ വഴി തെറ്റി വന്നിരിക്കുകയാണ്, വഴി അതിലെയാണ് നേരെ പോകണം. കാരണം ഇത്രയും ചാക്ക് അതിനകത്ത് സാധനങ്ങളായിട്ട് ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ നമ്മള് പഞ്ചസാരയുടെ ചാക്ക്, ഗോതമ്പിന്റെ ചാക്ക്, അതുപോലെ ചാക്കായിട്ട് വരുന്നത്. അപ്പോഴേ അത്രയും തടസ്സപ്പെടുത്തുന്നത് ഇതല്ല വഴി, ഇതൊരു പൊതുവഴിയല്ല, നിങ്ങളുടെ വഴി വേറെയാണ്. പക്ഷെ വണ്ടി ഓടിക്കുന്ന ആള് പറഞ്ഞു എനിക്കറിയില്ല, എന്നോട് ഇവിടെ ആരാണ് പ്രേരണ കൊടുത്ത് വരാൻ പറഞ്ഞാണ്. ഇറക്കിയപ്പോ അതിൽ കുറേ ദാലുണ്ടായിരുന്നു. അപ്പൊ ഈ ബാബയോട് പറഞ്ഞു, ബാബ ഇതുപോലെ ഒരാൾ വന്നിട്ടുണ്ട്, ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്, ഞങ്ങൾ പറഞ്ഞു ഇതല്ല വഴിന്ന്, പക്ഷെ നോക്കിയപ്പോ അതിൽ കുറേ ദാലുണ്ട് ബാബാന്ന്. ബാബ പിന്നെ അദ്ദേഹത്തിനോട് വരാൻ പറഞ്ഞു. വന്ന് പ്രസാദമൊക്കെ കൊടുത്ത് സംസാരിച്ച് വിട്ടു. നോക്കൂ, ഒരു കുറവുണ്ടെങ്കിൽ ഭഗവാനേന്നും പറഞ്ഞ് ജീവിക്കുന്ന കുട്ടികൾക്ക് അത് നികത്തുമായിട്ട്. ഒരു പ്രാവശ്യം ആരെന്നറിയാതെ ഒരു ലോറി നിറയെ വിറക്, പരിപ്പ്, അരി, തീപ്പെട്ടി, എന്ത് വേണ്ട എല്ലാ സാധനങ്ങളും ഉപ്പ് മുതൽ കർപ്പൂരം വരെ കൊണ്ടുവന്ന് ഞങ്ങളോട് പറഞ്ഞു മൗണ്ട് ആബൂല് കുറെ ദേവിമാര് വന്നിട്ടുണ്ട്, അവർക്ക് കൊണ്ട് ഇത് കൊടുക്കണേന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ 1951 ബെഗറി പാർട്ട് എന്ന് പറയണം, ഒന്നും കഴിക്കാൻ ഇല്ലാത്ത ഒരവസ്ഥ. ആ സമയത്ത് ബാബ എന്ത് ചെയ്തു, ഇവരെല്ലാം പറഞ്ഞ് സേവനത്തിന് ഇവരെ തയ്യാറാക്കുകയാണ്. മക്കളെ നിങ്ങൾ പുറത്തു പോയി ഇതിനെ കുറിച്ച് പറയണം എന്ന്. 51 ബാബ ഓരോരുത്തരെയും അവരവരുടെ വീട്ടിലേക്ക് വിടുന്നു. 10 ദിവസം അവിടെ പോയി നിൽക്കാൻ പറയുന്നു. ചിലരെ സേവനത്തിന് വേണ്ടി വിടുന്നു. അങ്ങനെ ഡൽഹി, UP, മഹാരാഷ്ട്ര അങ്ങനെയുള്ള വടക്കേന്ത്യകളിൽ ആദ്യമായിട്ട് പോകുന്നു. ചിലര് ബന്ധുക്കളുടെ വീട്ടിൽ താമസിക്കുന്നു. ബാംഗ്ലൂരാണെങ്കിൽ ഒരു ദാദി വന്നത് കുറെ ചിത്രങ്ങൾ, നമ്മുടെ ഈ 7 ദിവസത്തെ കോഴ്സിന്റെ ചിത്രങ്ങളുമായിട്ട് ഒരു സഞ്ചി ഇങ്ങനെ നിൽക്കുകയാണ്. ഇറങ്ങാൻ നേരത്ത് ബാബയോട് ചോദിച്ചു, ബാബ ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, കാരണം ഭാഷ അറിയില്ല, ബന്ധുമിത്രാദികളെ എന്ത് ചെയ്യണം, നീ എന്നെ ഓർമ്മിക്കുന്ന കാര്യം ചെയ്താൽ ഞാൻ നിന്റെ കാര്യം ചെയ്തോളാം. ഇവരൊരു സഞ്ചിയും പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കറാച്ചിയിൽ ക്ലാസ് കേട്ട ഒരു അമ്മ വന്നിട്ട് ഇത് എന്താ ഇവിടെ നിൽക്കുന്നത്, കാരണം ഈ ഡ്രസ്സ് കണ്ട എല്ലാവർക്കും അറിയാം, ഇത് പണ്ട് ഇതിന് ഓം മണ്ഡലി എന്നാണ് പേര്, ഓം മണ്ഡലിയിലെ ആൾക്കാരാണല്ലേ എന്നും പറഞ്ഞിട്ട് അവര് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. ബാബയെ വിളിച്ച് എത്ര ബുദ്ധിമുട്ട് വന്നാലും ബാബ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ വെക്കുമായിരുന്നു. ഒരു ഫോൺ ഉണ്ടായിരുന്നു ബാബയ്ക്ക്, ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു, ആ സമയത്ത് ഒരു അംബാസിഡർ കാർ ഉണ്ടായിരുന്നു, സൈക്കിൾ ഉണ്ടായിരുന്നു, അത്യാവശ്യം എവിടെയെങ്കിലൊക്കെ പോകാനായിട്ട്. അപ്പൊ ബാബയോട് വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇവരെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്, ഒരു സിസ്റ്റർ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ക്ലാസ് എടുക്കാം. അങ്ങനെ അവര് വീട്ടിൽ പോയി. വൈകുന്നേര സമയത്ത് അവിടെ ഒരു പാർക്കുണ്ട്, ആ പാർക്കിൽ പോയി ഇരുന്ന് ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ ക്ലാസ് എടുത്ത് പിന്നെ ഒരു വീടെടുത്ത് അങ്ങനെ പതുക്കെ ഇന്ന് ബാംഗ്ലൂരിൽ ഒരുപാട് സേവാ കേന്ദ്രങ്ങളുണ്ട്. ഓരോ സ്ട്രീറ്റിലും ഉണ്ടെന്നാ പറയുന്നത്. ഇഷ്ടം പോലെ സേവാ കേന്ദ്രങ്ങളാണ്, ബഹുനില കെട്ടിടങ്ങളാണ് അവിടെ അവര് വെച്ചിരിക്കുന്നത്. ഈയിടെയും ജാനകി ദാദി ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നു. അങ്ങനെ ഓരോരുത്തരും പുറത്തു പോകുന്നു. ചിലര് ഗംഗാ നദി തീരത്ത് ഒരു സേഫ്റ്റി ഇല്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് സേവനം ചെയ്യുന്നവരുണ്ട്. അപ്പം ഇവര് പോയി ഈ ക്ലാസ് ഒക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ കേൾക്കണം എന്ന് പറയാം. അപ്പൊ ബാബയോട് ചോദിക്കാൻ പറയും. ബാബയോട് ചോദിക്കുമ്പോൾ ബാബ പറയും, ഞങ്ങൾ ഈ സിസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് വിട്ടുതരാം, ഈ സഹോദരിമാരെ ജ്ഞാനം പറയേണ്ടതാ, പക്ഷെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് പറയും. ശരി, ഒരു വീട്, സുരക്ഷിതമായ വീട്, ഭക്ഷണ സാധനങ്ങള്, അങ്ങനെ എന്ത് ചെയ്തു, ജ്ഞാനം പറയാനായിട്ട് സ്ഥിരം സഹോദരിമാരെ നിർത്താനായിട്ടുള്ള ചെലവുകളെല്ലാം ആ നാട്ടുകാര് പതിക്കും. അങ്ങനെ ഇന്ന് 1951 തുടങ്ങിയ സേവനം 2020 വരെ ഈ 70 കൊല്ലം ഈ സേവനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് 147 രാജ്യങ്ങളിൽ ഏകദേശം ഒഫീഷ്യൽ ആയിട്ടുള്ള ബ്രാഞ്ചുകൾ 4000 ഉണ്ട്. അൺഒഫീഷ്യൽ ആയിട്ട്, അതായത് നമ്മുടെ മൗണ്ട് ആബുല് രജിസ്റ്റർ ചെയ്ത സേവാ കേന്ദ്രങ്ങൾ, രജിസ്റ്റർ ചെയ്ത സേവാ കേന്ദ്രങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുറെ സേവാ കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ 10,000-ൽ പരം സേവാ കേന്ദ്രങ്ങളോടുകൂടി ഇത് പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ്. നമ്മുടെ ലേഖരാജ് ബാബ 1969 ജനുവരി 18 തന്റെ ദേഹം ത്യാഗം ചെയ്ത അവ്യക്തമായി.
അതിനുശേഷം നമുക്ക് വന്നത് പ്രകാശ് മണി ദാദിയാണ്. ദീദിയും പ്രകാശ് മണി ദാദിയും വളരെ ഭംഗിയായിട്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തി. ഇപ്പൊ ദാദി ശരീരം വിട്ടു, പിന്നെയായിരുന്നു ജാനകി ദാദി. അതിനുശേഷം ഇപ്പൊ നമുക്ക് വേറൊരു ദാദി, ഗുൽസാർ ദാദിയാണ് ഇപ്പൊ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇപ്പം ഓൾ ഓവർ ദി വേൾഡിലെ ബ്രഹ്മകുമാരീസിന് സ്വന്തം കെട്ടിടങ്ങളാണ് മിക്കവാറും സ്ഥലത്ത്. അപ്പൊ അത് എവിടെ നിന്നാണ്? നമുക്ക് വിദേശ ഫണ്ട് വരുന്നില്ല, നമ്മള് മാസം പിരിവ് നടത്താൻ പോകാറില്ല. പിന്നെ എങ്ങനെയാണ്? അതത് സ്ഥലത്ത് വരുന്നവരാണ് അതത് സ്ഥലത്തിന് വേണ്ട എല്ലാ ചെലവുകളും വഹിക്കുന്നത്. ഓരോ ലോക്കൽ ബ്രാഞ്ചും ലോക്കലിൽ നിന്നും വരുന്ന, ആ നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാരാണ് അവിടുത്തെ സർവത്ര ചെലവ്. കറണ്ട് ബില്ല് എല്ലാം അറിയാലോ, ഒരു വീട്ടിൽ എന്തൊക്കെ ചെലവുണ്ടെന്ന്. എല്ലാ ചെലവുകളും നടത്തുന്നത് അതത് നാട്ടുകാരാണ്. ഇപ്പൊ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് രാജസ്ഥാനിലാണ്. ഇതിനെക്കുറിച്ച് അറിയാത്തവരിൽ നിന്ന് നാം സ്വീകരിക്കില്ല, വിദേശ ഫണ്ട് സ്വീകരിക്കില്ല. കാരണം നമുക്കും ഗവൺമെന്റിന് ടാക്സ് കാണിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ടാക്സ് നമ്മൾ പേ ചെയ്യുന്നില്ല. കാരണം ഒരു ഡിവൈൻ ഫാമിലിയാണ് ഇത്. ഇവിടെ വരുന്ന ഓരോരുത്തരും ഈശ്വരീയ പരിവാരത്തിലെ അംഗങ്ങളാണ്. അങ്ങനെ ഈ പരിവാരമാണ് എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കുന്നത്. നമുക്കൊരു മോൾ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കില്ലേ? നമുക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ നമ്മൾ നോക്കില്ലേ? വീട്ടിലൊരാൾ കൂടിയാൽ നമ്മൾ നോക്കില്ലേ? അങ്ങനെ ഈ വരുന്ന ഓരോരുത്തരും തന്റെ വീടിനൊരു 100% ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ സെന്ററിന് വെച്ചാൽ ബ്രഹ്മകുമാരീസിന്റെ ബ്രാഞ്ചിന്റെ സെന്റർ എന്നാ പറയുന്നത് യജ്ഞം എന്ന് പറയും. ഒരു 10% എല്ലാ മാസവും ചെയ്തിരിക്കും. ഈ വരുന്നവര് അവരുടെ ഭാഗ്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവരെന്താണ് അവരുടെ കൈകൊണ്ട് ചെയ്യുന്നത്, അത് അവരുടെ ഭാഗ്യമാണ്. ഇവിടുത്തെ ദൈനംദിന ആ പൈസ വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ വാടകയും ബാക്കി ചെലവുകളെല്ലാം നടത്തുന്നത്. ഈ വരുന്നവര് അവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിനകത്തിടും. നമ്മൾ കയ്യിൽ വാങ്ങുന്നതിനേക്കാൾ ഉത്തമം അതിനകത്തിടാനാണ് പറയുന്നത്. അതിനകത്തിടുമ്പോൾ നമുക്ക് ഈശ്വരന്റെ സ്മൃതി വരും. കൈ വാങ്ങുമ്പോൾ ഇന്നാള് തന്നു എന്ന ആ വ്യക്തിയുടെ ഓർമ്മ വരും. നമ്മൾ വ്യക്തികളെ ഓർമ്മിക്കാനല്ല ഇവിടെ വന്നത്, നമ്മൾ ഈശ്വരനെ ഓർമ്മിക്കാനാണ് വന്നത്. അപ്പൊ അവിടുത്തെ ആ വഞ്ചിയിലിടുമ്പോൾ അത് ഭഗവത് സ്മൃതിയിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും. ചിലര് അവരുടെ പേരെഴുതി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഇടും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ നമുക്ക് ഇടാത്തവരോട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചോദിക്കാം. അല്ലെങ്കിലോ നമുക്ക് പേര് എഴുതാതിടുന്നവരും ഉണ്ട്, ധാരാളം പേര്. അങ്ങനെ ഈ വരുന്നവരൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെ എന്താണ് ദിവസവും നടക്കുന്നത്? ഈ 7 ക്ലാസ് ബേസിക് ആയിട്ടുള്ളത് കഴിഞ്ഞ 10-25 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. നമ്മൾ പറയാറുണ്ട്, എരിയുന്ന വിളക്കാണെങ്കിലും ഒരു കോല് നമ്മൾ എപ്പോഴും കൊടുക്കണം, എന്നാലേ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുള്ളൂ, ഇല്ലേ? എപ്പോഴും നമ്മൾ കുത്തി വെച്ചാലല്ലേ ആ ബൾബും കത്തിക്കൊണ്ടിരിക്കുള്ളൂ. അതേപോലെ നമ്മൾ ഇത്രയും ആത്മീയ കാര്യങ്ങൾ കേട്ടു. ഇത് നമ്മുടെ ജീവിതമാക്കണം. കാരണം ഈ കലികാലത്ത് ഏകരക്ഷ ഈശ്വരൻ മാത്രമാണ്. ഇതിനെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം. അല്ലെങ്കിൽ നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ആത്മീയ പാലന നമുക്ക് കിട്ടണമെങ്കിൽ അതിന് നമുക്ക് ദൈനംദിനം ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളാണ്. ഇപ്പൊ ദിവസം ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയ കാരണം നമ്മൾ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കുകയാണ്. അതവര് കേൾക്കുന്നുണ്ട്. എങ്ങനെ നമ്മൾ ശരീരത്തിന് ആഹാരം ദിവസവും കഴിക്കുന്നു, അതുപോലെ ആത്മാവിന്റെ ആഹാരമാണ് ഇത്. ഇത് നമ്മൾ എന്നും കഴിക്കുമ്പോൾ മാത്രമേ ഈ ലോകത്തിലെ നെഗറ്റീവ് വൈബ്രേഷനിൽ നമുക്ക് നമ്മളെ സേഫ് ആക്കി വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓൾ ഓവർ ദി വേൾഡിൽ ഇതിന്റെ ബ്രാഞ്ചുകൾ നടക്കുന്നുണ്ട്. അതത് നാട്ടുകാർ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ ഈ ക്ലാസ് കേട്ട് ആർക്ക് വേണമെങ്കിലും ഈ ഈശ്വര വിശ്വവിദ്യാലയത്തിൽ സേവനം ചെയ്യാം. അത് ഓപ്പൺ ഓഫറാണ്. ഈ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഗോഡ്ലി സ്റ്റുഡന്റ് ആണ് എന്ന ബോധം നമുക്കുണ്ട്. അവിടെ ഒരു ബുക്കും പേനയും കൊണ്ടുവരും. നമുക്ക് ഇഷ്ടമുള്ള പോയിന്റ് ഒക്കെ അതിനകത്ത് നമ്മൾ കുറിച്ചെടുക്കും, നോട്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അതിനെ നമ്മൾ റിവിഷൻ ചെയ്യും, അതിനെ ജീവിതമാക്കാൻ നോക്കും. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ മാത്രമല്ല, അതുപോലെ ജീവിച്ചു കാണിക്കാനുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ വരും. വിനയത, മധുരത, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പവർ, ഇങ്ങനെ ഒരുപാട് മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ നമ്മള് ജീവിതത്തില് സമാധാനത്തോടെ, ജീവിതമാകുന്ന പരീക്ഷയില് സന്തോഷത്തോടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങളും ഓരോരുത്തരും ഈ ക്ലാസ്സുകൾ തുടർന്ന് കേൾക്കണം. കേൾക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പില് മെസ്സേജ് ഇടുക.
നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പില് ഒരു ഗ്രൂപ്പ് ഓൾറെഡി നമ്മുടെ ഉണ്ട്, അതിനകത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ അയച്ചു തരും. ഇതാണ് ആത്മീയ പാലന, സ്പിരിച്വൽ സസ്റ്റൈനൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കോഴ്സുകൾ തീരുന്നില്ല. ഇത് മരിക്കുന്നിടം വരെയുള്ള കോഴ്സുകളാണ്, ബേസിക് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ, മുഴുവൻ പേരിതാണ്, പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നാണ് ഇതിന്റെ പൂർണ്ണമായ പേര്. ഷോർട്ടായിട്ട് നമ്മൾ ബ്രഹ്മകുമാരീസ് എന്ന് പറയും. ഷോർട്ടായിട്ട് എല്ലാം രജിസ്റ്റർഡ് ആയിട്ടുള്ള നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ബ്രാഞ്ചുകളാണ്. ക്ലാസുകൾ എടുക്കുന്നത് സമർപ്പണ സഹോദരികളുമാണ്. നിങ്ങൾക്കും ഇതിലൊരാളായിട്ട് ഭാഗമാകാം. ഈ ക്ലാസുകൾ തുടർന്ന് കേൾക്കാനുള്ള ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു ഭാവന നിങ്ങൾക്കുണ്ടാകട്ടെ. താല്പര്യമുള്ളവർ അറിയിക്കുക, നിങ്ങളെ ആ ഗ്രൂപ്പിലേക്ക് ഇടാം, ചേർത്താം. ഓം ശാന്തി.